എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സോയാബീൻ കറിയായിട്ട് വളരെ വളരെ ടേസ്റ്റി ആയിട്ട് ചോറിനോടൊപ്പം ആണെങ്കിൽ ഏതിനോടൊപ്പം കഴിക്കാൻ പറ്റും നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വെള്ളം അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലോട്ടാണ് നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായി തിളച്ചതും നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നതിന് ശേഷം ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊന്ന് കുതിർക്കുക മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തട്ടിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ സോയാബീൻ ഒന്ന് ഈ ചൂടുവെള്ളത്തേക്ക് കിടക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സോയാബീൻ വെച്ചിട്ട് ആവറേജ് 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോയാബീനിലോട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് വാരി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം തന്നെ പിഴിഞ്ഞ് വാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വലിയ വലിയ സോയാബീൻ ആയതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇവിടെ കട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെയാണ് ഞാനിത് കറി വയ്ക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് നമുക്കിനി കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു 5-6 വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തത്, അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 സവോളയാണ് ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് വാടി വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവോള കുറച്ച് നേരമായിട്ടുണ്ട്. ഞാൻ ഇളക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ സവോള ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു തക്കാളിയാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടില്ല കേട്ടോ. ഒരു മീഡിയം കുറച്ച് നേരം മാത്രം ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലോട്ടാണ് ഞാൻ നമ്മുടെ തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തത്. തക്കാളി നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കിനി വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നിറച്ചും തന്നെ ഞാൻ മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഓപ്ഷനിലാണ്. ഞാൻ കുരുമുളക് പൊടിയാണ് ഞാൻ ഈ കറിക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രമേ ഞാൻ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ജീരകത്തിൻ്റെ പൊടി, സാധാരണ ചെറിയ ജീരകമില്ല അതിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതേ അളവിൽ തന്നെയാണ് 1/2 ടീസ്പൂൺ കേട്ടോ, അത്രയും ചേർക്കുന്നുള്ളൂ. ഗരം മസാലയുടെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മസാലകളൊക്കെ ഇടുമ്പോൾ നമുക്ക് കറിക്ക് കഴിക്കാനായിട്ട് നമുക്ക് കൂടുതലായിട്ട് കഴിയില്ല കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് മസാലയൊന്നും ഇല്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഇതിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടി ഒരു കരിഞ്ഞ മണം വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് ഒരുവിധം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇനി സോയാബീൻ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയോടൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു മാക്സിമം ഒരു ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ് വെച്ചാൽ ഒരു ഗ്ലാസ്സാണ് ഇവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ ആ സവോളയിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഒരു തട്ട് വെച്ച് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ സോയാബീൻ ഇങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സോയാബീനിലോട്ട് തന്നെ നമ്മുടെ എരിവും ഉപ്പും എല്ലാം തന്നെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പരുവത്തിൽ തന്നെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ എന്താണെങ്കിൽ ഇത്ര ഗ്രേവിയുടെ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ നല്ല കട്ടിക്കായിട്ട് കറിയാക്കാനാണ്. അപ്പോൾ കുറച്ചുകൂടി നേരം കൂടി നമുക്കത് വെക്കാൻ. ഇതിലോട്ട് ഞാൻ 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം.
എരിവ് ഓൾറെഡി ഉണ്ട് കേട്ടോ, നമ്മുടെ കുരുമുളകിൻ്റെ എരിവുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ആദ്യം തന്നെ ചേർക്കാതിരുന്നത്. അപ്പം നമുക്ക് ചെറുതായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിയ കുറച്ച് നേരം കൂടി വെക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇങ്ങനെ ഈ രീതിയിലൊന്ന് സോയാബീൻ കറി ഉണ്ടാക്കണേ. നമ്മുടെ മക്കൾക്കാണെങ്കിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയോടൊപ്പം പൂരിയോടൊപ്പം ഏതിനോടൊപ്പം കഴിക്കാം, ചോറിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി തന്നെയാണിത്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിലപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.